ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين وأشهد أن لا إله إلا الله ولي الصالحين وأشهد أن محمدا عبده ورسوله ورحمته للعالمين وحجته على الخلق أجمعين. ആദരണീയനായ അധ്യക്ഷൻ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പോഷക സംഘടനകളായ ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗത്തിൻ്റെയും സോളിഡാരിറ്റി, SIO, GIO തുടങ്ങിയ സംഘടനകളുടെയും ജില്ലാ ഭാരവാഹികളെ, മുതിർന്ന രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജമാഅത്തെ ഇസ്ലാമി എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന സമ്മേളന പ്രഖ്യാപനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സംഗമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സമ്മേളനങ്ങൾ നമ്മുടെ രാജ്യത്ത് ധാരാളമായി നടന്നു വരാറുണ്ട്. കൂടെ സമ്മേളനങ്ങൾ നടത്തുന്നത് തന്നെ ഒരു ഫാഷനായി സ്വീകരിച്ച സംഘങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്രത്തിൽ സമ്മേളനത്തെ ഒരു ആശയ പ്രചാരണത്തിൻ്റെ ഫലപ്രദമായ സംവിധാനമായി ഉപയോഗപ്പെടുത്തിയ കഴിഞ്ഞ കാലത്തിൻ്റെ ഒരു നല്ല ചരിത്രം ഈ പ്രസ്ഥാനത്തിനുണ്ട്. ആ ഒരടിസ്ഥാനത്തിൽ വർത്തമാനകാല സാഹചര്യങ്ങളെ വിലയിരുത്തുകയും ഇസ്ലാമികമായ അടിത്തറകളിൽ നിന്നുകൊണ്ട് അതിനെ സമീപിക്കുകയും ചെയ്യുന്ന ആശയ പ്രചാരണത്തിൻ്റെയും ആദർശ പ്രബോധനത്തിൻ്റെയും വ്യവസ്ഥാപിതവും ഫലപ്രദവുമായ ഒരു അവസരം എന്നതാണ് സമ്മേളനം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സമ്മേളന ദിവസം എന്ത് നടക്കുന്നു എന്നതിൽ മാത്രമല്ല, ഇന്നു മുതൽ ഇനി അങ്ങോട്ട് ആ ദിവസം വരെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനം എന്ന് ഈ സമ്മേളനം ഏറ്റുവാങ്ങാൻ ഇവിടെ സജ്ജമായി വന്നിരിക്കുന്ന ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സർവശക്തനായ നാഥന്റെ നാമത്തിൽ ഇൻഷാ അല്ലാഹ് എറണാകുളം ജില്ലാ സമ്മേളനം 2017 ജനുവരി 1 ഞായർ പറവൂർ എന്ന നമ്മുടെ സമീപ പ്രദേശത്ത് വെച്ച് നമ്മൾ സംഘടിപ്പിക്കുന്നതാണ്. അങ്ങനെ സമ്മേളനം നമ്മൾ നടത്തുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ സമ്മേളനം ഉയർത്തുന്ന സന്ദേശവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം മാത്രമല്ല, ലോകം മുഴുക്കെ വളരെയേറെ പ്രതിസന്ധികളിലൂടെയും സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് സമാനമായ സന്ദർഭങ്ങൾ പലപ്പോഴും മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇതൊരാദ്യത്തെ അനുഭവമാണ് എന്ന് കരുതേണ്ടതായിട്ടില്ല. പക്ഷെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായ ഒരു അവസ്ഥ, ഈ രാജ്യത്തെ ഇതിന്റെ
ഉള്ളടക്കത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയാത്തവരുടെ കയ്യിൽ ഇതിന്റെ കടിഞ്ഞാൺ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഭാരതീയ സംസ്കാരം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ആ ഭാരതീയ സംസ്കാരത്തോട് പോയിട്ട് ഇന്ത്യയുടെ മുഴുവൻ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കൂട്ടരുടെ കയ്യിലല്ല ഇന്ന് ഈ രാജ്യത്തിന്റെ കടിഞ്ഞാൺ എന്ന് നമുക്ക് പറയേണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ബന്ധപ്പെട്ട കക്ഷികൾ അധികാരത്തിലേറിയത് മുതൽ പല വിധത്തിലുള്ള ആഭ്യന്തര സംഘർഷങ്ങളും നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് രാജ്യത്തിന്റെ പൊതുവായ ഒരു പ്രശ്നമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ഒരു പ്രശ്നമാണ്. മുസ്ലിം സമുദായത്തിന്റെ പ്രത്യേകമായ ഒരു പ്രശ്നമേ അല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇന്ന് രാജ്യത്തെ ഒന്നിപ്പിക്കണം എന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദേശീയോദ്ഗ്രഥനത്തിന് വേണ്ടി നാനാജാതി മതസ്ഥർ വ്യത്യസ്ത രീതിയിലുള്ള ജീവിത കാഴ്ചപ്പാടുകളും അനുഷ്ഠാനങ്ങളും ഉയർത്തിപ്പിടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് എല്ലാവരെയും ഒന്നിപ്പിക്കണം എന്ന ആഹ്വാനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഒന്നിപ്പിക്കണം എന്ന ഈ ആഹ്വാനം തന്നെയാണ് ഭിന്നിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഏറ്റവും കുടിലമായ തന്ത്രം എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. കാരണം ഈ രാജ്യത്തിന് ഒരു പാരമ്പര്യവും പൈതൃകവുമുണ്ട്. അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒരുപാട് വൈവിധ്യങ്ങൾ നമ്മുടെ രാജ്യത്തിനുണ്ട്. ഈ രാജ്യത്തിന്റെ ഒരു ഘടകത്തെയും ആർക്കും ഏകോപിപ്പിക്കാൻ കഴിയില്ല. കാലാവസ്ഥാപരമായ വീക്ഷണത്തിലൂടെ നോക്കുമ്പോഴത്തെ ഇന്ത്യയുടെ അവസ്ഥ, ഭാഷാപരമായിട്ടുള്ള നമ്മുടെ വേഷവിധാനങ്ങളിലും സംസ്കാരങ്ങളിലുമുള്ള നമ്മുടെ വ്യതിരിക്തത, ഇതെല്ലാം കൂടി നിറഞ്ഞതാകുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അതിനെ ഓരോന്നിനെയും ഏകോപിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തുമാത്രം അവിവേകമാണോ, ബുദ്ധിശൂന്യമാണോ, അതിലും വലിയ ബുദ്ധിശൂന്യതയാണ് ഏക സിവിൽ കോഡ് കൊണ്ടുവന്നുകൊണ്ട് മുഴുവൻ ജനങ്ങളെയും കൃത്രിമമായ ഒരു ഏകതയിലേക്ക് കൊണ്ടുപോകാൻ നടത്തുന്ന ശ്രമം. അതൊരിക്കലും തന്നെ വിജയിക്കാൻ പോകുന്നില്ല. എന്ന് മാത്രമല്ല, അത്തരം പ്രവണതകൾ ഈ രാജ്യത്തിന്റെ ഭദ്രതക്കും അഖണ്ഡതക്കും തകരാറ് വരുത്തും എന്ന് ആശങ്കിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എല്ലാ വിഭാഗങ്ങൾക്കും അവരവരുടേതായ അവകാശങ്ങൾ നമ്മുടെ ഭരണഘടന തന്നെ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു വിശാലതയിലും ആ ഒരു ഉൾക്കൊള്ളാനുള്ള കഴിവിലുമാണ് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ്. അതിന്റെ അടിത്തറക്ക് കത്തിവെക്കുന്ന പ്രവണതകളെയാണ് ഇന്ന് ഗവൺമെന്റ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് എല്ലാവരും ഒന്നാകണമെങ്കിൽ എല്ലാവർക്കും ഒരേ നിയമം, അങ്ങനെ ദേശീയോദ്ഗ്രഥനം ഉണ്ടാകുമോ? ഞാൻ നേർക്കുനേരെ ഏക സിവിൽ കോഡിനെ വിശകലനം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വലിയ പ്രസംഗം അതേ സംബന്ധിച്ച് നടത്താൻ ഈ സന്ദർഭം ഉദ്ദേശിച്ചുകൊണ്ടല്ല ഇത് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വളരെ പ്രധാനപ്പെട്ട സജീവമായ ഒരു ചർച്ചാ വിഷയമാണ് ഏക സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടത്. ഒരൊറ്റ നിയമം കൊണ്ട് ഐക്യമുണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ഇടയിൽ ഐക്യമുണ്ടായി കാണേണ്ടതാണ്. സിഖുകാരെ ഹിന്ദുക്കളായിട്ട് പരിഗണിക്കും എന്നാണ് പേഴ്സണൽ ലോയുടെ കാര്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രമാണം. പക്ഷെ അവർക്കിടയിൽ അങ്ങനെയുള്ള ഒരു സൗഹാർദ്ദവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, വളരെ ഭീകരമായ അവസ്ഥയിലുള്ള സിഖ് വിരുദ്ധ കലാപങ്ങളും ഹിന്ദു സിഖ് സംഘർഷങ്ങളും സംഘടനകളും നമ്മുടെ രാജ്യത്ത് നിത്യസംഭവമായി മാറിയ ഒരു കഥ തന്നെ ഈ രാജ്യത്തിന് പറയാനുണ്ട്. അപ്പോൾ ഒരൊറ്റ നിയമം കൊണ്ടല്ല ഏകീഭാവം ഉണ്ടാക്കേണ്ടത്, ഏകത ഉണ്ടാക്കേണ്ടത്. ഈ രാജ്യത്തിന്റെ ചൈതന്യം തന്നെ, ഇതിന്റെ പ്രഖ്യാപിതമായ തത്വം തന്നെ ഓരോ വിഭാഗത്തിന്റെയും അവരവർക്ക് ശരി എന്ന് തോന്നുന്ന ബോധ്യമുള്ള കാര്യങ്ങൾ വിശ്വസിക്കുവാനും അംഗീകരിക്കുവാനും പ്രബോധനം ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെ നിരാകരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഒരു ഏകദിശയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് വരുന്നത് ഈ രാജ്യത്തിന്റെ പ്രഖ്യാപിത തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനമാണ്. അതുകൊണ്ട് വളരെയധികം ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഏക സിവിൽ കോഡിനെ കുറിച്ച് മാത്രമല്ല, ഇവിടത്തെ ജനവിഭാഗങ്ങളെ ഓരോരുത്തരെയും, ഈ രാജ്യത്തിൽ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന ഓരോരുത്തരെയും ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളത് ഏക സിവിൽ കോഡിനെ കുറിച്ചുള്ള ചർച്ചയുടെ മുമ്പ് തന്നെ നമ്മൾക്ക് ഉണ്ടാവേണ്ട വളരെ പ്രാഥമികമായ ഒരു മര്യാദയാണ്. ഓരോ വിഭാഗത്തോട് നിങ്ങൾ ഈ രാജ്യത്ത് ജനിക്കേണ്ടവരല്ല, അല്ലെങ്കിൽ ജീവിക്കാൻ അർഹതയില്ല, ഉത്തരവാദപ്പെട്ട ആളുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് അങ്ങനത്തെ കുറെ സംഭവങ്ങൾ നടന്നു. അത്തരം ആനുകാലികങ്ങൾ വിശദമായി സംസാരിക്കാൻ ഉചിതമായതല്ല ഈ ഒരു വേദി എന്നതുകൊണ്ട്
ഈ ചർച്ച അതിലേക്ക് വികസിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇതുപോലെയുള്ള ഒരു സദസ്സിന്റെ മുമ്പിൽ അത്തരം വിശദാംശങ്ങൾ ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും നിങ്ങൾ ഓർത്തു നോക്കണം, ഈ രാജ്യത്തിലെ പ്രബലമായ ന്യൂനപക്ഷങ്ങളോട്, ദലിത് പിന്നാക്ക ജനവിഭാഗങ്ങളോട് ഈ രാജ്യത്ത് സമാധാനപൂർവ്വം ജീവിക്കുവാനുള്ള അവരുടെ ജന്മസിദ്ധമായ അവകാശത്തെ പരസ്യമായിട്ട് ചോദ്യം ചെയ്യുന്നു. എന്നിട്ട് ഓരോരുത്തരോടും ഓരോ രീതിയിലുള്ള നിലപാടുകൾ എടുക്കുന്നു. അങ്ങനെ ജീവിക്കുവാൻ സാധ്യമല്ല എന്ന് കരുതി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പാതി വഴിയിൽ അവരുടെ പഠനം മാത്രമല്ല പലപ്പോഴും ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് രാജ്യം എടുത്തെറിയപ്പെട്ടത് എന്തുകൊണ്ട് എന്ന് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവർ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഈ രാജ്യത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സുരക്ഷ, അവസര സമത്വം, സമാധാനം, നീതി എന്നിവ ലഭ്യമാക്കുന്നതിൽ നമ്മുടെ ഗവൺമെന്റ് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നില്ല എന്ന്. അങ്ങനെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റാൻ സന്നദ്ധമല്ലാത്തവർ ഭരണഘടനാപരമായ ചുമതലകൾ നിറവേറ്റുമെന്ന്, നീതിപൂർവകമായി നിറവേറ്റുമെന്ന് ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയവർ ഭരണഘടനാപരമായ ചുമതലകൾ നിറവേറ്റുന്നതിൽ തന്നെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, മനഃപൂർവ്വം വഴിമാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭരണഘടനയിലെ ഒരു മാർഗനിർദ്ദേശക തത്വം ചൂണ്ടിക്കാണിച്ചിട്ട് അത് നടപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഏക സിവിൽ കോഡിന്റെ കാര്യത്തിൽ പറയുമ്പോൾ അതിൽ പ്രകടമായ വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുന്നു, ഇത് രാജ്യത്തിന്റെ ഏകതയുടെ പ്രശ്നമല്ല, ഇത് സാംസ്കാരികമായ ഒരു തരം ഫാഷിസത്തിന്റെ പ്രശ്നമാണ്. ഒരു വിഭാഗത്തിന്റെ അധീശ മേധാവിത്വം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്ന സവർണ മേധാവിത്വത്തിന്റെ അജണ്ടയാണ് ഏക സിവിൽ കോഡിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായതിന്റെ പിന്നാമ്പുറം എന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസപരമായ അടിത്തറയിൽ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ മുമ്പിലുള്ള നിയമങ്ങളുടെ ഭാഷയിൽ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മാർഗനിർദ്ദേശക തത്വങ്ങളുടെയും മൗലിക അവകാശങ്ങളുടെയും വെളിച്ചത്തിൽ ഏക സിവിൽ കോഡിന്റെ വരും വരായികളെ കുറിച്ച് വിശദമായ സംവാദങ്ങളും ചർച്ചകളും നടക്കേണ്ടതുണ്ട്. നിയമ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി ജനഹിതം മാനിച്ചു എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുകയല്ല, ഏക സിവിൽ കോഡ് ജനകീയ ചർച്ചകൾക്ക് വിധേയമാകേണ്ടതുണ്ട് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്ത് വർഗീയതയെ സംബന്ധിച്ച്, ഭീകരവാദത്തെ സംബന്ധിച്ച്, തീവ്രതയെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ അനുബന്ധമായ ചർച്ചകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മാധ്യമങ്ങളും എഴുത്തുകാരും ബുദ്ധിജീവികളും എന്താണ് ഇന്ന് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കണ്ണു തുറന്ന് കാണാതെ മുൻവിധികൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ ചർച്ചകളിലൊക്കെ കയറി യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശരിയായ വർഗീയ മനസ്കരെ തിരിച്ചറിയുന്നതിനോ വർഗീയതയുടെ അപകടങ്ങൾ പതിയിരിക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണ് എന്ന് നിർണയിക്കുന്നതിനോ ആ വർഗീയ പ്രവണതകളിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ മോചിപ്പിച്ചെടുക്കുന്നതിനോ ഉള്ള യഥാർത്ഥ ശ്രമങ്ങൾക്ക് സാധ്യമാകാത്ത വിധം ഓരോരുത്തരും വർഗീയതയെ സംബന്ധിച്ച് അവരവർക്ക് തോന്നുന്ന തരത്തിലുള്ള നിർവചനങ്ങളും വിശദീകരണങ്ങളും ആരോപണങ്ങളും ചമത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഈ ആരോപണങ്ങൾ ചുമത്തുകയും ചാർത്തുകയും ചെയ്യുക മാത്രമല്ല, അതിനെയൊക്കെ സിദ്ധാന്തങ്ങളായി അവതരിപ്പിക്കുകയും അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏതെങ്കിലും ഒരു കൂട്ടരുടെ പേരിൽ വെച്ച് കെട്ടിയാൽ സമാധാനമായി എന്ന അവസ്ഥയിലാവുകയും ചെയ്തിരിക്കുന്നു. ഇത് ഇന്ന് തുടങ്ങിയ ഒരു പ്രവണതയല്ല. ഇത്തരം കുറെ പ്രശ്നങ്ങൾ കുറെ കാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇസ്ലാമിക പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വർഗീയ പ്രസ്ഥാനമാണ് എന്ന് പറയുന്നതിൽ മതസംഘടനകളും മതേതര സംഘടനകളും ഏതാണ്ട് എല്ലാവരും കൂടി പല ഘട്ടങ്ങളിലും യോജിച്ച കഥ നമ്മൾ മുമ്പ് കണ്ടതാണ്. ഇപ്പൊ പക്ഷെ വർഗീയതയിൽ ആളുകൾക്ക് തൃപ്തി പോലും മതിയാകുന്നില്ല. അതുകൊണ്ട് ഭീകരത എന്നായിരിക്കുന്നു ഇപ്പോഴത്തെ തീവ്രവാദം എന്നും പോരാ. അതുകൊണ്ട് ഭീകരത എന്നതാണ് ഇപ്പോഴത്തെ പ്രയോഗം. ഈ ഇത്തരം പ്രയോഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത് ആരുടെയെങ്കിലും പേരിൽ വെച്ച് കെട്ടി രക്ഷപ്പെടാതെ നിർവാഹമില്ല എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ ഒരു പൊതു പ്രവണതയാണ്. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പേരിൽ വർഗീയതയും തീവ്രവാദവും ഉന്നയിക്കാൻ വേണ്ടി ഒരുപാട് കാലം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത കുറെ മതസംഘടനകളുടെ നേതാക്കന്മാരുടെ വാതിലിക്കൽ വന്ന് നിങ്ങൾ ഭീകരത പ്രചരിപ്പിക്കുന്നു, വർഗീയത പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ന് അന്വേഷണ ഏജൻസികൾ വന്ന് മുട്ടുമ്പോഴാണ്
ഈ വർഗീയത എന്ന് പറയുന്ന ഈ ബൂമറാങ് ഇത്രയും വേഗം ഇങ്ങനെ തിരിച്ചു വരും എന്ന് ആ പാപങ്ങൾ പോലും വിചാരിക്കുന്നത്. നമുക്ക് ഈ സ്ഥിതിവിശേഷത്തിൽ അശേഷം സന്തോഷമില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഇതൊക്കെ വളരെ ഗൗരവത്തോടെ നേരിടേണ്ടതും വളരെ ആഴത്തിൽ വിശകലനം നടത്തി നിലപാടെടുക്കേണ്ടതുമായ കുറെ ഗൗരവപ്പെട്ട വിഷയങ്ങളാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അഭിപ്രായം. അതുകൊണ്ട് കണ്ടവരുടെ നേരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല, വസ്തുനിഷ്ഠമായി വിഷയങ്ങൾ പഠിക്കാൻ സന്നദ്ധമാകണം എന്ന് മുസ്ലിം സമുദായത്തിലെ എല്ലാ വിഭാഗങ്ങളോടും ജമാഅത്തെ ഇസ്ലാമിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് ഇഷ്ടമില്ലാത്തവരെ ഒറ്റുകൊടുക്കുക. നിങ്ങൾക്ക് വർഗീയവാദിയെ കാണണോ? നിങ്ങൾ ബുദ്ധിമുട്ടെന്നാൽ ഞങ്ങൾ കാണിച്ചു തരാം. ഇവർ ഇന്ന കൂട്ടരാണ് വർഗീയവാദികൾ. ഈ പണിയാണ് മുസ്ലിം സമുദായത്തിലെ ഉത്തരവാദപ്പെട്ട മതസംഘടനകൾ യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ലാതെ കുറെ കാലം നിറവേറ്റി വന്നത്. അന്ന് ഇവർക്ക് മനസ്സിലായില്ല ഈ ചെയ്യുന്നതിനൊക്കെ ഇത്തരം പെരുമ്പരായികൾ ഉണ്ട് എന്ന്. ഇന്നിപ്പോൾ നിർഭാഗ്യവശാൽ നമ്മുടെ സമുദായം പല രീതിയിലുള്ള പ്രതിസന്ധികളിലും അകപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പൊതുവായ വിഷയങ്ങളിലേക്ക് അധികം ഈ സന്ദർഭത്തിൽ പോകുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിച്ച ഈ ജില്ലാ സമ്മേളനം മുസ്ലിം സമുദായത്തെയാണ് മുഖ്യമായി അഭിസംബോധന ചെയ്യുന്നത്. ഈ രാജ്യത്തിലെ പൊതുവായ ജനങ്ങളോടൊക്കെയും നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. വേണമെങ്കിൽ എന്റെ ഈ സംസാരത്തിന്റെ വളരെ കുറഞ്ഞ ഭാഗം ആ വിഷയത്തിന്റെ ഗൗരവം മുന്നിൽ വെച്ചുകൊണ്ട് അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിന് വളരെ ശ്രദ്ധേയമായ രണ്ട് വശങ്ങളുണ്ട് എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിന്റെ അല്ലെങ്കിൽ സംസാരത്തിന്റെ അതിന്റെ ആശയ പ്രചാരണങ്ങളുടെ വളരെ ഗൗരവപ്പെട്ട ഒരു തലം എന്ന് പറയുന്നത് ഈ രാജ്യത്തിലെ എല്ലാ മനുഷ്യരോടുമുള്ള പ്രബോധനമാണ്. ഈ രാജ്യത്തിലെ മുഴുവൻ മനുഷ്യരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഭൂമി, ഈ ലോകം, ഈ ആവാസ വ്യവസ്ഥ, ഇതിനെ ഓരോന്നിനെ സംബന്ധിച്ചും നിങ്ങൾ വളരെ ശാന്തമായി ചിന്തിക്കണമെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു താളം, ഒരു ക്രമം, ഒരു നിയമം, ഒരു വ്യവസ്ഥ ഇതൊക്കെ കാണാൻ പറ്റും. ആ താളവും ആ നിയമവും ആ ക്രമവും ആ വ്യവസ്ഥയും യാദൃച്ഛികമായിട്ടുണ്ടായതാണ് എന്ന് ഒരു മനുഷ്യനും പറയുക സാധ്യമല്ല. വളരെ കൃത്യമായ ഒരു പ്ലാനിങ്. ഓരോ പോയിന്റിനെ കുറിച്ച് ചിന്തിച്ചാലും നിങ്ങൾക്കതറിയാം. ഏതാണ്ട് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് എഴുത്തും വായനയും അറിയാത്ത ഒരു ജനതയിലേക്ക് ദൈവത്താൽ നിയോഗിതനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിന്റെ ചില വചനങ്ങളിലൂടെ ഗൗരവപ്പെട്ട പല വിഷയങ്ങളിലേക്കും ആളുകളുടെ ശ്രദ്ധ ക്ഷണിച്ചു. അതിൽ പല മാനങ്ങളുണ്ട്. ആ ഖുർആൻ എന്ന് പറയുന്നത് ഒരു വേദഗ്രന്ഥമാണ്. അതിൽ ശാസ്ത്ര സത്യങ്ങളുണ്ട്, അതിൽ ചരിത്രമുണ്ട്, അതിൽ ഉപമകളുണ്ട്, അതിൽ അലങ്കാരങ്ങളുണ്ട്, അതിൽ വർണ്ണനകളുണ്ട്, അതിൽ തത്വചിന്തകളുണ്ട്, അതിൽ രാഷ്ട്രമീമാംസയുണ്ട്, അതിൽ കഴിഞ്ഞ കാലത്തെ സമൂഹങ്ങളുടെ ഉത്ഥാന പതനങ്ങളുടെ വിലയിരുത്തലും വിശകലനങ്ങളുമുണ്ട്. ഈ എല്ലാം പറയുന്നത് കഥ പറയാനല്ല, ശാസ്ത്രം വെളിപ്പെടുത്താനല്ല, ഉപമകളും അലങ്കാരങ്ങളും മുന്നോട്ട് വെക്കാനല്ല, ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ ജീവിതം പഠിപ്പിക്കുവാനാണ്. അങ്ങനത്തെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ നിത്യേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മഴയെ പറ്റി പറയുന്നു. സാന്ദർഭികമായി ഞാനത് എന്റെ ഓർമ്മയിൽ വന്നത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. നിങ്ങൾ വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? വെള്ളം വളരെ അപൂർവമായ ഒരു സാധനമാകാൻ പോവുകയാണ്. മഴക്കാലം കടന്നുപോയി, വല്ലാതെ ഒന്നും മഴ അറിയാതെ ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ എമ്പാടും വെള്ളമുണ്ടായിരിക്കെ തന്നെ കുടിക്കാൻ ശുദ്ധജലമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ 6 മാസത്തോളം മഴ പെയ്യുന്ന, കടലിന് സമാന്തരമായിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന കേരളക്കര പോലും എത്തും എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ വെള്ളം ഒരു ഗൗരവപ്പെട്ട വിഷയമാണ്. ഈ നാട്ടിലെ എല്ലാ മനുഷ്യരോടും ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ള സന്ദേശത്തിന്റെ ചുരുക്കം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വശത്തിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ കൊടുന്നതിനെ ക്ഷണിച്ചത്. എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലേ? വിശുദ്ധ ഖുർആനിന്റെ ചോദ്യമാണ്. നിങ്ങൾ ഈ മേഘപടലങ്ങളിൽ നിന്ന് താഴോട്ട് വർഷിച്ചുകൊണ്ടിരിക്കുന്ന, ഉദാരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഈ മേഘപടലങ്ങളിൽ നിന്ന് ഈ മഴവെള്ളത്തെ താഴോട്ടിറക്കുന്നത് നിങ്ങളോ അതല്ല നാമോ? ഇതാണ് വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് മഴയെ പറ്റി ഖുർആൻ പറയുമ്പോൾ അതിൽ അത്ര വലിയ ശാസ്ത്ര സത്യങ്ങൾ, ശാസ്ത്ര തത്വങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് അന്നത്തെ ജനതയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല. ഈ ഒരു പ്രഖ്യാപനം മാത്രമല്ല, എന്നിട്ട് ഖുർആൻ പറയുന്നു, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ നാം ഉപ്പ് രസമുള്ളതാക്കുമായിരുന്നു എന്ന്.
അപ്പൊ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത്, ആകാശത്തിൽ നിന്ന് ഒരു സാധനം, മുകളിൽ നിന്ന് ഒരു സാധനം താഴോട്ടിട്ടാൽ അത് താഴോട്ട് വീഴുന്നതിന്റെ തോതനുസരിച്ച്, താഴോട്ട് വരുന്നതിന്റെ തോതനുസരിച്ച് അതിന്റെ വേഗത വർദ്ധിക്കുകയും അങ്ങനെ ഭാരം കൂടുതലായി അനുഭവപ്പെടുകയും ചെയ്യും. ഒരു ചെറിയ ഒരു കല്ല്, ഒരു നെല്ലിക്കയുടെ വലുപ്പമുള്ള ഒരു കല്ല് ഇവിടെ നിന്ന് താഴോട്ട് ഇടുമ്പോഴുള്ള അതിന്റെ ആഘാതമല്ല, അതൊരു 10 നില ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴോട്ടിട്ടാൽ ഒരാൾ മരിക്കാൻ ഒരു പക്ഷേ ആ കല്ല് തന്നെ മതിയാകും മർമ്മത്തിൽ കൊണ്ടാൽ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പോ ഇത് താഴോട്ട് പോരുന്നതിന്റെ തോതനുസരിച്ച് അതിന്റെ വേഗത വർദ്ധിക്കും. വേഗത വർദ്ധിക്കുമ്പോൾ അതിന്റെ ഭാരം വർദ്ധിച്ചതായിട്ട് അനുഭവപ്പെടും. ഇതൊരു പൊതുവായ ഒരു അനുഭവമാണ്, ഒരു പൊതു തത്വമാണ്. നേരത്തെ അതേസമയം മഴത്തുള്ളി, ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, മഴത്തുള്ളി പുറപ്പെടുന്ന സ്ഥലത്തെ അതേ വേഗതയിൽ, മഴത്തുള്ളി പുറപ്പെടുന്ന അതേ സ്ഥലത്തെ അതേ വേഗതയിൽ ഒരു മാറ്റവും കൂടാതെ ഭൂമിയിൽ അത് വന്ന് പതിക്കുന്നു. അത് പുറപ്പെടുന്ന സ്ഥലത്ത് നിന്നും താഴോട്ട് പോരുന്നതിന്റെ തോതനുസരിച്ച് അതിന്റെ വേഗത വർദ്ധിക്കുകയും ഭാരം കൂടുകയും ചെയ്യുകയാണെങ്കിൽ ഭൂമിയിൽ മഴ തന്നെ ഒരു വലിയ ദുരന്തമായിട്ട് തീരാം എന്നുള്ളതാണ്. അപ്പൊ ഈ മേഘപടലങ്ങളിൽ നിന്ന് ഈ മഴത്തുള്ളിയെ താഴോട്ടിറക്കുന്നത് നിങ്ങളോ അതല്ല നാമോ? എന്നിട്ട് അല്ലാഹു പറയാണ്, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ നാം ഉപ്പുരസമുള്ളതാക്കും. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാഷ്പീകരണം നടക്കുന്നത് ഭൂമിയുടെ 70% ഭാഗമുള്ള ഉപ്പ് ജലാശയങ്ങളിൽ നിന്നാണ്. നമ്മുടെ കിണറുകൾ, തോടുകൾ, തടാകങ്ങൾ, അരുവികൾ, നീർച്ചാലുകൾ എന്നൊക്കെ പറയുന്നത് വളരെ വളരെ കുറവാണ്. ഒട്ടുമിക്കതും നിഴലിലും മറവിലുമായതുകൊണ്ട് ബാഷ്പീകരണം മര്യാദക്ക് നടക്കുകയുമില്ല. അപ്പൊ ഏറ്റവും പ്രധാനമായി ബാഷ്പീകരണം നടത്തുന്നത് ഉപ്പ് ജലാശയങ്ങളിൽ നിന്നാണ്. ഉപ്പ് ജലാശയങ്ങളിൽ നിന്ന് ബാഷ്പീകരണം നടന്ന് നീരാവിയായിട്ട് മുകളിലോട്ട് പോകുമ്പോ ഉപ്പിന്റെ അംശത്തോടു കൂടിയാണ് പോകുന്നതെങ്കിൽ ഉപ്പ് മഴ പെയ്യും. അതിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ നാം ഉപ്പുരസമുള്ളതാക്കുമായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് നന്ദി കാണിക്കുന്നില്ല? ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ നോക്കി നടത്തി പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ അനുഗ്രഹമാണ്, അവന്റെ ദാനമാണ്, അവന്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹാശിസുകളുടെയും നടുവിലാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് നിങ്ങൾ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പൗരനായിക്കൊണ്ട് ഈ പ്രപഞ്ചനാഥനെ കുറിച്ച് ചിന്തിക്കണം, ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കണം, അതിന് നന്ദി കാണിക്കണം. ഈ ആവാസ വ്യവസ്ഥകളൊക്കെയും ഏതൊരു നിയമത്തിന് വിധേയമാണോ അതേ നിയമത്തിന് നിങ്ങളും വിധേയമായി ജീവിക്കുവാൻ സന്നദ്ധമാകണം. ഈ രാജ്യത്ത് അതാണ് മനുഷ്യരുടെ എല്ലാ പ്രതിസന്ധിക്കുമുള്ള പരിഹാരം. ഇതാണ് നമ്മളോട് ഋഷിമുനിമാർ പറഞ്ഞത്, ഇതാണ് സുവിശേഷകന്മാർ ഓതിയത്, ഇതാണ് അപ്പോസ്തലന്മാർ നമ്മളിലേക്ക് എത്തിച്ചത്, ഇതാണ് പ്രവാചകന്മാർ ഏറ്റുപിടിച്ചത്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദേശമാണ് മാനവരോട് പറഞ്ഞത്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ രാജ്യത്തിലെ എല്ലാ ജനങ്ങളോടും വളരെ ഗൗരവപ്പെട്ട ഈ സന്ദേശം പറയേണ്ടതായിട്ടുണ്ട്. അത് തന്നെ പറയാൻ ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തിലെ ഇന്ത്യ രാജ്യത്തിലെ എല്ലാ പ്രബല പ്രാദേശിക ഭാഷകളിലും ഇസ്ലാമിക പ്രസ്ഥാനം ഖുർആൻ പരിഭാഷകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തിലെ എല്ലാ പ്രബല പ്രാദേശിക ഭാഷകളിലും ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷകൾ ഇറക്കിയിട്ടുണ്ട്. ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന സാഹിത്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളുടെ സഹോദരങ്ങളാണ് എല്ലാവരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹ സാഹോദര്യ ബുദ്ധ്യ ഈ പ്രപഞ്ചത്തിന്റെ താളലയത്തിനോട് ചേർന്ന് നിന്ന് മനുഷ്യൻ ജീവിക്കണം. അതാണ് നമ്മുടെ പ്രതിസന്ധികൾക്കുള്ള പരിഹാരം എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നിട്ടുണ്ട്. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധന പ്രവർത്തനങ്ങളിലെ വളരെ ഗൗരവപ്പെട്ടതും വളരെ പ്രാധാന്യമുള്ളതുമായ ഒരു വശമാണ്. പക്ഷേ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ സമ്മേളനം മുഖ്യമായിട്ടും മുസ്ലിം സമുദായത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനം. മുസ്ലിം സമുദായം ഇന്ന് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് അവരോട് ഗൗരവപ്പെട്ട ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അവരുടെ ജീവിതം ഇസ്ലാം കൊണ്ട് തന്നെ നാശത്തിലേക്ക് എത്തുന്നു എന്ന് വരുമ്പോ അവർ സ്വീകരിച്ച ഇസ്ലാമിനെ തന്നെ അവർ പുനരാലോചനയ്ക്ക് വിധേയമാക്കണം. അവിടെ നിന്നുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാം സന്തുലിതമാണ് എന്ന ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞതുപോലെ ആ സന്ദേശം വിശദീകരിക്കൽ എന്റെ ഇപ്പോഴത്തെ ഉദ്ദേശമല്ല. ഞാൻ പറയുന്നത് ജില്ലാ സമ്മേളനത്തിലൂടെ മുസ്ലിം സമുദായത്തോട് സവിശേഷമായിട്ട് സംസാരിക്കണം എന്ന് ജമാഅത്തെ ഇസ്ലാമി കരുതാൻ കാരണം മുസ്ലിം സമുദായം കഥയറിയാൻ
സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഉത്തരവാദിത്ത ബോധത്തോടെ ഇസ്ലാമിക അടിത്തറയിൽ മുസ്ലിം സമുദായത്തെ സംസ്കരിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നിർഭാഗ്യവശാൽ നമ്മുടെ മതപണ്ഡിതന്മാർ ഏർപ്പെട്ടിട്ടില്ല. നമ്മുടെ മതപണ്ഡിതന്മാർ വലിയ പ്രഭാഷണ മേളകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, വലിയ വലിയ ദുആ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്, സലാത്ത് വാർഷികങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അഗന്ധനാമ യജ്ഞങ്ങളെ പോലെ, ലക്ഷാർച്ചനകളെ പോലെ, രോഗശാന്തി ശുശ്രൂഷകളെ പോലെ നിങ്ങളുടെ മുൻഗാമികളെ മുഴത്തിന് മുഴമായി ചാണിന് ചാണായി നിങ്ങൾ അനുകരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്ന് മുസ്ലിം സമുദായം മറ്റു സമൂഹങ്ങളെ അനുകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രാവിലെ ടി.വി. തുറന്നു നോക്കൂ, ചില ക്രൈസ്തവ മിഷണറി സംഘങ്ങളുടെ രോഗശാന്തി ശുശ്രൂഷകളുടെയും ബൈബിൾ പ്രഘോഷണങ്ങളുടെയും പരിപാടികൾ ടെലിവിഷനിലെ ചാനലുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മുസ്ലിം സമുദായത്തിനകത്ത് ഇതിന് സമാനതയുള്ള പ്രാർത്ഥനാ സമ്മേളനങ്ങളും അവിടെ വെച്ച് സ്പോട്ടിൽ വെച്ച് തന്നെ ലൈവായിട്ട് രോഗശാന്തി ശുശ്രൂഷയും അങ്ങനെ മുക്തി ലഭിക്കലും ചുരുവിൽ തന്നെ സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന ദിക്റുകളും ദുആകളും എല്ലാ പ്രശ്നങ്ങൾക്കും ഒറ്റമൂലികളായിട്ടുള്ള ദുആകളും ദിക്റുകളും ഇങ്ങനെയാണ് ഇന്ന് സമുദായത്തിന്റെ പോക്ക്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഈ സമുദായം ഇസ്ലാമിനെ ഒരു വിൽപ്പന ചരക്കായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഗൗരവത്തോടെ ഇസ്ലാമിനെ പഠിക്കുകയോ അവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ട് ഇസ്ലാമിനെ നടപ്പാക്കാനും ഏറ്റെടുക്കാനും സന്നദ്ധമാവുകയോ ചെയ്തിട്ടില്ല എന്ന ഒരു വിലയിരുത്തലിലാണ് ജമാഅത്തെ ഇസ്ലാമി എത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് ഈ പറയപ്പെട്ട വർഗീയതയുടെ ആരോപണം, അതുപോലെ തന്നെ ഭീകരതയുടെ ആരോപണം, അതുപോലെ തീവ്രവാദത്തിന്റെ ആരോപണം, മത തീവ്രതയുടെ ആരോപണം, ആത്മീയത തലക്ക് പിടിച്ച് ഒളിച്ചോട്ടത്തിന്റെ പ്രശ്നം, എന്തൊക്കെ പ്രശ്നങ്ങളിലാണ് ഇന്ന് മുസ്ലിം സമുദായം അകപ്പെട്ടിരിക്കുന്നത്. ഓരോന്നും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. ഞാൻ അതിന്റെ എല്ലാത്തിന്റെയും വിശദാംശങ്ങളിലേക്ക് കടക്കാനല്ല ഈ പരാമർശങ്ങളെല്ലാം നടത്തിയത്. ഒരു വശം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. മുസ്ലിം സമുദായത്തിന് ഇങ്ങനെ ഒരു ദുരവസ്ഥ വന്നുപെട്ടത് അവർ ഇസ്ലാമിന്റെ കൂടെ സഞ്ചരിച്ചത് കൊണ്ടല്ല. പിന്നെയോ ഇസ്ലാമിനെ ഒരു മേമ്പടിക്ക് കൂടെ ചേർക്കുകയും അവരുടെ സ്വന്തം താല്പര്യങ്ങളുടെ പിന്നാലെ അവർ പോവുകയും ചെയ്തു എന്നതുകൊണ്ടാണ്. ഇസ്ലാം അങ്ങനെ ഒരു കെട്ടുകാഴ്ചകളുടെ ഒരു അനുഭവമാക്കി ഇസ്ലാമിനെ പരിമിതപ്പെടുത്തി, പ്രകടന മേളകളാക്കി അതിനെ ഒതുക്കി. അതിന്റെ ചൈതന്യം അവർ പരിഗണിച്ചില്ല, അതിന്റെ സത്ത അവർ മനസ്സിലാക്കിയില്ല. സന്തുലിതമായ ഇസ്ലാമിനെ അതിന്റെ സന്തുലിതത്വത്തോടെ ഉൾക്കൊള്ളാൻ, സമഗ്രമായ ഇസ്ലാമിനെ അതിന്റെ സമഗ്ര ഭാവത്തോടെ പ്രയോഗവൽക്കരിക്കാൻ മുസ്ലിം സമൂഹം മുന്നോട്ട് വന്നില്ല. കഴിഞ്ഞ 75 വർഷത്തിലേറെ കാലമായി ഇന്ത്യൻ മുസ്ലിങ്ങളോട് ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ സമഗ്രമായ നിയമ സംഹിതകൾക്ക് വിധേയമായി ജീവിക്കണമെന്നാണ്. അത് ഇന്നും പ്രസക്തമായ ആശയമാണ്. ആ ആശയം ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം ഇപ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങളോട് പറയുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് മധുരതരമായ ഒരു അനുഭവമാക്കാൻ കഴിയണമെങ്കിൽ, നിങ്ങളുടെ ഇസ്ലാമിക ജീവിതം മറ്റുള്ളവർക്കും കൂടി അനുഗ്രഹമായി തീരണമെങ്കിൽ, നിങ്ങൾക്ക് തന്നെ സ്വയം അത് മധുരമുള്ളതായി തീരണമെങ്കിൽ, നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറണമെങ്കിൽ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമായ സന്തുലിതത്വം എന്ന് പറയുന്നത് മുസ്ലിംകൾ മുറുകെ പിടിക്കണം. എല്ലാ കാര്യത്തിലും ഇസ്ലാമിന് പ്രഖ്യാപിതമായ നിലപാടുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ വർഗീയത എന്ന് ഇന്ന് വളരെയേറെ മുസ്ലിംകൾ തമ്മിലെ അസഹിഷ്ണുക്കളാണവർ, ഭീകരവാദികളാണവർ, ആളെ കൊന്നുകൊണ്ടിരിക്കുന്നവരാണവർ. IS-ന്റെ ക്ലിപ്പുകൾ അതിനുവേണ്ടി തെളിവുകളായി സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അടുത്തൊരു വാർത്ത വന്നിരുന്നു, നിങ്ങളിൽ എത്ര പേര് അത് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. പെന്റഗൺ സ്പോൺസർ ചെയ്തതാണ് IS-ന്റെ പേരിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ക്ലിപ്പുകളും സ്പോൺസർ ചെയ്തിട്ടുള്ളത് പെന്റഗനാണ് എന്നും അവർക്ക് കൃത്രിമമായി ഇത്തരം ആളെ പച്ചയായിട്ട് ഔട്ട് കൊന്ന് വെട്ടി കശാപ്പ് ചെയ്യുന്നതിന്റെ ലൈവ് വീഡിയോകൾ ഉണ്ടാക്കി കൊടുക്കാൻ, കൃത്രിമമായി ഉണ്ടാക്കി കൊടുക്കുവാൻ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ ഉണ്ടെന്നും ഈ അടുത്ത് പത്രമാധ്യമങ്ങളിൽ വെളിപ്പെട്ടു വന്ന വിഷയമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഗൂഢാലോചന നടത്തി എല്ലാം ഇസ്ലാമിന്റെ പേരിൽ. ഇന്ന് സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നവരാളെ സംബന്ധിച്ചിടത്തോളം, ദൃശ്യമാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, നിത്യേന ദിനപത്രങ്ങൾ വായിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ സംബന്ധിച്ച് അവജ്ഞയും പുച്ഛവും ഭയവും ഉണ്ടായെങ്കിൽ യാതൊരു അത്ഭുതവുമില്ല എന്ന വിധം കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഈ കുറ്റത്തിൽ ഒരുപാട് പങ്കാളികളുണ്ട്. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്, സംശയമില്ല. ഇതിന്റെ പിന്നിൽ പല ചതിക്കുഴികളുമുണ്ട്. പക്ഷെ എല്ലാ ഗൂഢാലോചനകൾക്കും അപ്പുറം, എല്ലാ ചതികൾക്കും അപ്പുറം, എല്ലാ കുതന്ത്രങ്ങൾക്കും അപ്പുറം അവിവേകികളായ ഒരു സംഘം മുസ്ലിം സമുദായം ഇതിനൊക്കെ ഉപകരണങ്ങളാകാവുന്ന വിധത്തിലുണ്ട് എന്ന യാഥാർത്ഥ്യം
പോലും നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് മുസ്ലിം സമുദായത്തെ സവിശേഷമായി അഭിസംബോധന ചെയ്യണം. സാധാരണക്കാരെ മാത്രമല്ല, നേതാക്കന്മാരെയും അഭിസംബോധന ചെയ്യണം. ഇസ്ലാമിക അടിത്തറകളിൽ അവർ കാര്യങ്ങൾ പുനരവലോകനം ചെയ്യണം. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കാര്യം. ഞങ്ങൾ വിജയിച്ചു എന്നോ മറ്റുള്ളവർ പരാജയപ്പെട്ടു എന്നോ, ഞങ്ങൾ ഉത്തമരാണെന്നും മറ്റുള്ളവർ കാൽക്കാശിന് കൊള്ളാത്തവരാണെന്നും യാതൊരുവിധ അവകാശവാദവും നമുക്കില്ല. തികഞ്ഞ സ്നേഹത്തോടെ, തികഞ്ഞ ഗുണകാംക്ഷയോടെ മുസ്ലിം സമുദായത്തോട് ഗൗരവത്തിൽ ഇസ്ലാമികമായ അടിത്തറകളെ പഠിക്കുവാൻ, എങ്ങനെ പഠിക്കുവാൻ, അതിന്റെ യഥാർത്ഥമായ അവസ്ഥയിൽ എങ്ങനെയാണോ കാര്യങ്ങളുള്ളത് അങ്ങനെ പഠിക്കുവാൻ സന്നദ്ധമാകണം എന്ന് ജമാഅത്തെ ഇസ്ലാമി ആഹ്വാനം ചെയ്യുകയാണ്. ആ പഠനത്തിലേക്ക് അവരെ നയിക്കുവാൻ, ആ പഠനത്തിലേക്ക് അവരെ ആനയിക്കുവാൻ, ആ പഠനത്തിന്റെ ഒരു ഫലം അവരിലേക്ക് എത്തിക്കുവാൻ, അങ്ങനെ സന്തുലിതമായ ഒരു ജീവിത കാഴ്ചപ്പാടിന്റെ വക്താക്കളും പ്രയോക്താക്കളുമാക്കി ഈ സമുദായത്തെ മാറ്റിയെടുത്തുകൊണ്ട് പ്രതിയോഗികളുടെ കയ്യിലെ ഉപകരണങ്ങളാകുന്ന ദുരവസ്ഥയിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷപ്പെടുത്തണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ വർഗീയതയെ പറ്റി പറഞ്ഞു. വർഗീയത മതത്തിന്റെ ഉൽപ്പന്നമാണ് എന്ന ഒരു ധാരണ പൊതുവെ പ്രചരിച്ചിട്ടുണ്ട്. വർഗീയത മതത്തിന്റെ ഉൽപ്പന്നമാണ് എന്നാണ് ആളുകൾ കരുതുന്നത്. ഇത് ഭൗതിക മതേതരവാദികളുടെ വളരെ ബോധപൂർവമായ പ്രചരണങ്ങളുടെ ഫലമാണ്. വർഗീയത മതത്തിന്റെ ഉൽപ്പന്നമാണ്. യഥാർത്ഥത്തിൽ വർഗീയതയും മതവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറെ സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. ഞാൻ നേരെ ഒരൊറ്റ സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാം. ഒന്നാമത്തെ മനുഷ്യൻ ഒന്നാമത്തെ പ്രവാചകനാണ്, ആദം നബി അലൈഹിസ്സലാം. ഈ ഒന്നാമത്തെ മനുഷ്യന്റെ രണ്ട് മക്കൾ ഹാബീലും ഖാബീലും, ഇവർ തമ്മിലാണ് ആദ്യമായിട്ട് കൊല നടന്നത് എന്ന കഥ ബൈബിൾ വായിക്കുന്നവർക്കറിയാം, ഖുർആൻ വായിക്കുന്നവർക്കറിയാം. അതുകൊണ്ട് കേരളത്തിലെ മതവിഭാഗങ്ങളിലെ പ്രബല വിഭാഗങ്ങൾക്ക് അറിയാവുന്ന ഒരു കഥയാണിത്. ഇവിടെ ഹാബീൽ എന്ന് പറയുന്നത് പ്രവാചകന്റെ അനുചരനാണ്. ഖാബീൽ എന്ന് പറയുന്നത് പിതാവും പ്രവാചകനുമായ ആദമിനെ അംഗീകരിക്കാത്തവനുമാണ്. ഈ ഹാബീലും ഖാബീലും തമ്മിൽ ഈ കൊലപാതകം, ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോ ഹാബീൽ എന്ന് പറയുന്ന പ്രവാചകന്റെ സമാധാന പ്രേമിയായ അനുചരന്റെ നേരെ ഹാബീൽ ഘാതകനായിട്ട് വന്നു, കൊല്ലാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോ എന്താണ് ഹാബീലിന്റെ പ്രഖ്യാപനം? പ്രവാചകന്റെ അടിമ ശിഷ്യനായി പിതാവും പ്രവാചകനുമായ ആദമിന്റെ യഥാർത്ഥ അനുയായിയായി നിലകൊള്ളാൻ സന്നദ്ധനായ ഹാബീലിന്റെ പ്രഖ്യാപനം, നീ എന്നെ കൊല്ലാൻ നിന്റെ കൈ എന്റെ നേരെ നീട്ടിയാൽ നിന്നെ കൊല്ലാൻ എന്റെ കൈ ഞാൻ നിന്റെ നേരെ നീട്ടുകയില്ല. ആരാണ് പറഞ്ഞത്? പ്രവാചകന്റെ ശിഷ്യനാണ്. അപ്പൊ മാനവ ചരിത്രത്തിൽ ഒന്നാമതായിട്ട് കൊലയാളിയായതാരാണ്? മാനവ ചരിത്രത്തിൽ ഒന്നാമതായിട്ട് കൊലയാളിയായത് പ്രവാചകനെ തള്ളി പറഞ്ഞ ആളാണ്. മാനവ ചരിത്രത്തിൽ ഒന്നാമതായിട്ട് സമാധാനത്തിന്റെ പക്ഷം പ്രഖ്യാപിച്ചത് പ്രവാചകന്റെ അനുചരന്മാരിൽപ്പെട്ട ആളാണ്. അന്നു മുതൽ ഇന്ന് വരെ യഥാർത്ഥ മതത്തിന്റെ ആളുകൾക്ക് വർഗീയതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് എവിടെയും ഖണ്ഡന ഭയം കൂടാതെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്ന വളരെ ലളിതമായ ഒരു യാഥാർത്ഥ്യമാണ്. അധികാര കേന്ദ്രങ്ങൾ അവരുടെ അധികാരം തുറപ്പിക്കുന്നതിന് വേണ്ടി തട്ടിപ്പടച്ചുണ്ടാക്കിയ കുതന്ത്രമാണ് വർഗീയത മതത്തിന്റെ ഉൽപ്പന്നമാണ് എന്നുള്ളത്. ഇതിനെപ്പറ്റി സഹോദരന്മാരും സഹോദരിമാരും ചിന്തിക്കണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖസസ് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ഖസസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കഥ പറച്ചിൽ എന്നാണ്. സൂറത്തുൽ ഖസസിൽ ഒരു കഥ മാത്രമല്ല, ഒരുപാട് കഥകളാണ് പറയാൻ പോകുന്നത്. ആ കഥകൾ പറയാൻ ആരംഭിക്കുന്നത് ധിക്കാരിയായ ഫറോവയെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. ആ ഫറോവയെ പറ്റി പറയാൻ ആരംഭിക്കുന്നത് ഫറോവ പരിധി വിട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിഅൻ യസ്തദ്അഫു ത്വായിഫതൻ മിൻഹും എന്ന് തുടങ്ങിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. അപ്പോൾ ഫറോവ ഭൂമിയിൽ അഹങ്കരിച്ചു. അങ്ങനെ ആ അഹങ്കാരിയായ ഫറോവയുടെ അധികാര കേന്ദ്രങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി അയാളുടെ കുതന്ത്രം എന്താണ്? ജനങ്ങളെ കക്ഷികളാക്കി ഭിന്നിപ്പിച്ചു. നമ്മുടെ ബ്രിട്ടീഷുകാരെന്താ ചെയ്തത്? ഡിവൈഡ് ആൻഡ് റൂൾ, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ആളുകളെ ഭിന്നിപ്പിച്ചു ഭരിക്കുക. ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഏകോദര സഹോദരന്മാരായി സമഭാവനയിൽ വർദ്ധിച്ചാൽ ഇവിടെ സാമ്രാജ്യത്വം കെട്ടിപ്പടുക്കുക സാധ്യമല്ല എന്ന് ബ്രിട്ടീഷുകാരൻ മനസ്സിലാക്കി. അതുകൊണ്ട് ആളുകളെ ഭിന്നിപ്പിക്കണം. ഇത് എല്ലാ കാലത്തും അധികാരമോഹികൾ, അധികാര കേന്ദ്രങ്ങൾ ചെയ്യുന്ന പണിയാണ്. ഇത് തന്നെയാണ് ഫറോവ ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ജനങ്ങളെ കക്ഷികളാക്കി, എന്നിട്ട് ഒരു കൂട്ടരെ അടിച്ചമർത്തി, മറ്റേ കൂട്ടരെ നിന്ദരാക്കി, ഒരു കൂട്ടരെ കൂട്ടിന് പിടിച്ച് മറ്റു
ഇത് അധികാര കേന്ദ്രങ്ങളുടെ പണിയാണ്. അതുകൊണ്ട് വർഗീയത എന്ന് പറയുന്നത് മതത്തിന്റെ ഉൽപ്പന്നമല്ല. അധികാര കേന്ദ്രങ്ങളുടെ അധികാര കൊതിയിൽ നിന്നാണ് വർഗീയത ഉണ്ടായിട്ടുള്ളത് എന്ന് വർഗീയതയുടെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ആദം നബി അലൈഹിസ്സലാമിന്റെ പ്രവാചകനെ അംഗീകരിച്ച മകൻ സമാധാനത്തിന്റെ പക്ഷത്ത് നിലകൊണ്ടപ്പോ പ്രവാചകനെ ധിക്കരിച്ച വ്യാമോഹിയും ധിക്കാരിയുമായ മകനാണ് അക്രമകാരിയുടെ അവസ്ഥയിലേക്ക് ഉയർന്നത്. ഇത് മാനവ ചരിത്രത്തിലെ ഒരു പൊതു തത്വമാണ്. നിങ്ങൾ ഈ ഇന്ത്യ രാജ്യത്തിലേക്ക് വരും. നമ്മുടെ ഇപ്പൊ തീവ്രവാദത്തിന്റെ പ്രചാരകൻ മാത്രമല്ല, എല്ലാ അപകടങ്ങളുടെയും മാസ്റ്റർ ബ്രെയിൻ, എല്ലാ അപകടങ്ങളുടെയും കാതലായ അതിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയാൻ ചാനൽ ചർച്ചകളിൽ പറയാൻ ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പുതിയ അനുഭവമല്ല. കുറെ കാലമായി നമ്മൾ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് പണ്ടേ ഇത് ഏറ്റുപറഞ്ഞിരുന്ന പലരും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമിയാണ് എല്ലാ തീവ്രവാദത്തിന്റെയും മാസ്റ്റർ ബ്രെയിൻ ആയിട്ടുള്ള ആ ഗ്രന്ഥങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്ന് പണ്ട് മുതലേ ഭൗതിക ഇസ്ലാം വിരുദ്ധ ശക്തികൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അതിന്റെ അപ്പുറവും ഇപ്പുറവും ചിന്തിക്കാതെ അത് ഏറ്റുപിടിച്ചവർ ഇപ്പോ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന മട്ടിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആ വശം അവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം എന്ന് പരിശോധിക്കണം. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ വളരെ സങ്കടകരമായ, ഓർക്കാൻ നമ്മൾ ഇഷ്ടപ്പെടാത്ത ചില സംഭവങ്ങൾ ഉണ്ടായി. അതിൽപ്പെട്ട ഒരു സംഭവമാണ് ഈ രാജ്യത്തിന്റെ നിർഭാഗ്യകരമായ വിഭജനം എന്ന് പറയുന്നത്. പാകിസ്ഥാൻ വാദം എന്നത് ആരോ ഇട്ടുകൊടുത്ത ഒരു അജണ്ടയാണ്. കൃത്യമായ നിലപാടില്ലാത്ത വിഭാഗങ്ങൾ ഇത്തരം അജണ്ടകളിൽ ഏറ്റുപിടിക്കും. അങ്ങനെ പാകിസ്ഥാൻ വാദം ഏറ്റുപിടിച്ചു. ആരാണ് പാകിസ്ഥാൻ വാദം ഏറ്റുപിടിച്ചത്? മതമാണ് കുഴപ്പമുണ്ടാക്കുക എങ്കിൽ യഥാർത്ഥത്തിൽ മത സിദ്ധാന്തങ്ങൾ ഉൾക്കൊള്ളുന്നവരാണല്ലോ ഇത്തരം വർഗീയതയുടെയും സാമുദായികതയുടെയും വഴിക്ക് പോകേണ്ടത്. അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇന്ത്യ പാക് വിഭജനത്തിന്റെ ചർച്ചകൾ കത്തിയാളിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യയിലെ സമന്നതനായ മുസ്ലിം പണ്ഡിതനും തലയെടുപ്പുള്ള ഒരു എഴുത്തുകാരനും പ്രഭാഷകനും ബുദ്ധിജീവിയുമാണ് സയ്യിദ് അബുൽ അലാ മൗദൂദി സാഹിബ്. അദ്ദേഹമാണ് അന്ന് ഇന്ത്യ കണ്ട ഏറ്റവും നമ്പർ 1 പണ്ഡിതനും ചിന്തകനും, അഗാധ ചിന്തകനും പണ്ഡിതനുമായ സയ്യിദ് അബുൽ അലാ മൗദൂദി. അദ്ദേഹം ഉൾപ്പെടെയുള്ള കുറെ പണ്ഡിതന്മാർ ചേർന്നിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തിന് രൂപകൽപ്പന നൽകിയത്. ഈ സയ്യിദ് അബുൽ അലാ മൗദൂദി പാകിസ്ഥാൻ വാദം ഏറ്റുപിടിച്ചില്ല. അദ്ദേഹം പാകിസ്ഥാൻ വാദത്തിന് അനുകൂലമായി നിന്നില്ലെന്ന് മാത്രമല്ല, പാകിസ്ഥാൻ വാദത്തെ നഖശിഖാന്തം എതിർക്കുന്ന നിലപാടാണ് സയ്യിദ് അബുൽ അലാ മൗദൂദി എടുത്തത്. അതേപോലെ തന്നെ ജൗഹർ മുഹമ്മദ് അലി, നിങ്ങൾക്കറിയാവുന്ന ഒരു പണ്ഡിതനും മഹാനുമാണ്. അബുൽ കലാം ആസാദ് ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വരെ എഴുതിയിട്ടുള്ള ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ ആഴമുള്ള വിവരമുള്ള ഒരു പണ്ഡിതൻ കൂടിയായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. അപ്പോ പാകിസ്ഥാൻ വാദം എന്ന ആ ഒരു വർഗീയതയുടെ ദേശീയ അല്ലെങ്കിൽ വംശീയമായ ആ ഒരു വാദത്തെ ഏറ്റുപിടിക്കാൻ സയ്യിദ് അബുൽ അലാ മൗദൂദിയെ കിട്ടിയില്ല. അതുപോലെ അബുൽ കലാം ആസാദിനെ കിട്ടിയില്ല, ജൗഹർ മുഹമ്മദ് അലിയെ കിട്ടിയില്ല. ഈ 3 പണ്ഡിതന്മാരും ഈ 3 നേതാക്കളും ഇതുപോലെയുള്ള മതബോധമുള്ള മറ്റ് നേതാക്കന്മാരെ പോലെ പാകിസ്ഥാൻ വാദം അപകടകരമാണ്. അതുകൊണ്ട് ഇന്ത്യക്കോ പാകിസ്ഥാനിനോ ഹിന്ദുക്കൾക്കോ മുസ്ലിങ്ങൾക്കോ ഒരു സവിശേഷമായ പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല എന്ന സുചിന്തിതമായ നിലപാടാണ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത്. അതേസമയം പാകിസ്ഥാൻ വാദം ഏറ്റുപിടിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ്. മുഹമ്മദ് അലി ജിന്ന വ്യക്തി ജീവിതത്തിൽ മതം പാലിച്ചിരുന്ന ഒരാളല്ല. അദ്ദേഹം ഒരു ലക്ഷണമൊത്ത മോഡേണിസ്റ്റ് ആയിരുന്നു എന്ന് അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ മുസ്ലിം വർഗീയത തലക്ക് പിടിച്ചത് മതബോധമുള്ളവനെയല്ല, മതേതര മനസ്സുള്ളവനെയാണ് എന്ന് ചരിത്ര വസ്തുതകൾ വെച്ച് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഹിന്ദു സമൂഹത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നമുക്കറിയാവുന്ന ഈ ഹിന്ദു സമൂഹത്തിലെ പ്രബലമായ വേദാന്തിയും മതപണ്ഡിതനുമാണ് വിവേകാനന്ദൻ എന്ന് പറയുന്നത്. അതുപോലെയുള്ള വേറൊരു മതപണ്ഡിതനാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. സംഘ് പരിവാറിനെ പോലെ അപകടകരമായ ഒരു സംഘടനയ്ക്ക് ജന്മം നൽകിയത് ഈ പറയപ്പെട്ട സ്വാമി വിവേകാനന്ദനോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവോ അല്ല. അവരൊക്കെ സമാധാനത്തെ കുറിച്ച്, സ്നേഹത്തെ കുറിച്ച്, മനുഷ്യർക്കിടയിലെ സമഭാവനയെ സംബന്ധിച്ച് വർഗീയ ബ്രാഹ്മണന്മാർക്കെതിരെ സംസാരിക്കുകയാണ് സ്വാമി വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവും ഒക്കെ ചെയ്തത്. അപ്പോൾ കാരണം എന്താണ്? അവർ മതബോധവും ശരിയായ ആധ്യാത്മിക വേദാന്തത്തിലുള്ള ആഴമുള്ള വിവരവുമുണ്ട് എന്നുള്ളതാണ്. സംഘ് പരിവാർ സംഘടനകൾക്ക് രൂപം നൽകിയത് ഗഡ്ഗേവാറിനെ പോലെയുള്ള ആളുകളാണ്, ഡോക്ടർ ഗോയലിനെ പോലെയുള്ള ആളുകളാണ്, വി ഡി സവർക്കറിനെ പോലെയുള്ള ആളുകളാണ്.
ഈ എഡ്ഗേവാറും ഗോയലും ബി.ഡി. സവർക്കറും മതബോധമുള്ളവരോ ആധ്യാത്മിക വേദാന്തങ്ങളിൽ വല്ല വിവരമുള്ളവരോ അല്ല. അവർ കേവലം വിഷയത്തിൽ അവരൊരിക്കലും തന്നെ ഒരു മതബോധത്തിന്റെ അടിത്തറയിൽ വളർത്തപ്പെട്ടവരല്ല. അപ്പൊ ശരിയായ മതബോധമുള്ളവൻ ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും അയാൾ അപകടം ചെയ്യുകയില്ല. മതമാണ് അപകടം ഉണ്ടാക്കുന്നത് എന്ന പ്രചാരണം മതവിരുദ്ധ ശക്തികളുടെ പ്രചാരണമാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാടിൽ വർഗീയതക്കുള്ള സ്ഥായിയായ പരിഹാരം, വർഗീയതക്കുള്ള സാർവജന സമഗ്രവും സമ്പൂർണവുമായ പരിഹാരം എന്ന് പറയുന്നത് സമുദായത്തെ മതേതരവൽക്കരിക്കലല്ല, ശരിയായ മതബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. വർഗീയതക്കുള്ള സ്ഥായിയായ പരിഹാരം ശരിയായ മതബോധം പഠിപ്പിക്കുക എന്നുള്ളതാണ്. ശരിയായ മതബോധത്തിൽ മനുഷ്യനെ ആദരിക്കുന്നതിന്റെ സന്ദേശമുണ്ട്. മനുഷ്യരെല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ് എന്ന നിലക്ക് സമന്മാരാണ് എന്ന ജന്മ സന്ദേശമുണ്ട്. ആണും പെണ്ണും ഓരോ എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും ആദ്യ പിതാവ് ആദവും ഹവ്വായും ഒരേ മാതാപിതാക്കളുടെ സന്താനങ്ങളാണ് മുഴുവൻ മനുഷ്യരും എന്ന സന്ദേശമുണ്ട്. അതുപോലെ നീതിയുടെ പക്ഷത്ത് നിലകൊള്ളണം ഏതവസ്ഥയിലും എന്ന ആഹ്വാനമുണ്ട്. ഇതെല്ലാം സമാധാന പ്രേമികളായ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ആഹ്വാനങ്ങളാണ്. അതുകൊണ്ട് മതബോധം എന്ന് പറഞ്ഞാൽ ഈ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുക, ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പറയുന്നു, മുസ്ലിം സമൂഹത്തെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സംസ്കരിക്കുവാൻ നമ്മൾ ശ്രമിക്കണം, സംഘടിപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. ആ അടിത്തറയിൽ അവരെ വാർത്തെടുക്കണം. അതിന് പകരം അവരെ വർഗീയമായി അവരെ ഭാഗിക ആരാധനാ രംഗത്ത് മതം പാലിക്കുകയും ജീവിതത്തിന്റെ വിശാലമായ മേഖലകളിൽ മറ്റുള്ള ആ കേന്ദ്രങ്ങളുടെ പ്രചാരകരായി മാറുകയും വക്താക്കളും പ്രയോക്താക്കളുമായി തീരുകയും ചെയ്താൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഒരുപാട് തകരാറുകൾ പ്രകടമാകും. ആ തകരാറുകളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നിർഭാഗ്യവശാൽ പറയേണ്ടി വന്നിരിക്കുകയാണ്. തീവ്രവാദത്തിന്റെ മൊത്തം ഉത്തരവാദിത്വം സയ്യിദ് അബ്ദുൽ അലാ മൗദൂദിയുടെ മേൽ കെട്ടിവെച്ചുകൊണ്ട് ആ വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ ആശയ സംവാദത്തിന് സന്നദ്ധമാണോ എന്ന് വെല്ലുവിളിക്കുന്നവരായിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റും ചില ചർച്ചകൾ കാണാനിടയായി. ഞങ്ങൾക്ക് വളരെ സമാധാനത്തോടെ, വളരെ സംയമനത്തോടെ, വളരെ മിതമായ ഭാഷയിൽ പറയാനുള്ളത് സയ്യിദ് അബ്ദുൽ അലാ മൗദൂദിയുടെ രചനകളെല്ലാം ഒരാവർത്തി സമാധാനപൂർവ്വം ഇരുന്ന് വായിച്ചതിന് ശേഷമാകാം അത്തരം എല്ലാ സംവാദങ്ങളും. ഞങ്ങൾ സംവാദങ്ങൾക്ക് സന്നദ്ധമാണ്. പക്ഷേ അക്ഷരവിരോധികളുമായിട്ട് സംവാദം, ആശയ സംവാദം സാധ്യമല്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത്. ആ സയ്യിദ് അബ്ദുൽ അലാ മൗദൂദിയുടെ പുസ്തകങ്ങളിൽ നിന്ന് ചില വിദ്യാർത്ഥികൾ വായിച്ചിട്ട് ഇത് തീവ്രവാദം ഉണ്ടാക്കും, ഇതാണ് ഐഎസിനെ വളർത്തിയത്, ഇതാണ് അപകടകരമായ പ്രഖ്യാപനം എന്ന് പറയുന്നവർ ആ പുസ്തകം മാത്രം പൂർണ്ണമായും ഒന്ന് വായിച്ചിരുന്നെങ്കിൽ ആ തെറ്റിദ്ധാരണ അവർക്ക് നീങ്ങിയേനെ. ജമാഅത്തെ ഇസ്ലാമിയുടെ പുസ്തകങ്ങളാണ് തീവ്രവാദികളെയും ഭീകരന്മാരെയും ജനിപ്പിക്കുന്നതെങ്കിൽ ഏറ്റവും വലിയ തീവ്രവാദി ഭീകരവാദി സംഘമായി മാറേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരാണ്. കാരണം അവരോളം ആ പുസ്തകം വായിച്ച വേറെ ആരുമില്ല. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകരും നേരത്തെ ജില്ലാ പ്രസിഡന്റിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകരിലും വർഗീയതയുടെ ഒരു ലെവലേശം ലാഞ്ചനം നിങ്ങൾക്ക് കാണുക സാധ്യമല്ല. എന്നെല്ലാം ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനം അതിന്റെ പ്രവർത്തകർക്ക് നാളിതുവരെ നൽകിയിട്ടുള്ള അധ്യാപനങ്ങൾ മനുഷ്യ സ്നേഹത്തിന്റെ പക്ഷത്ത് അവരെ ചേർത്ത് നിർത്തുന്ന പ്രഖ്യാപനങ്ങളാണ്. ഇപ്പൊ മോഡി അധികാരത്തിൽ വന്ന ശേഷം സമാധാനം പറയാതിരുന്നാൽ രക്ഷയില്ല എന്നതുകൊണ്ട് സമാധാനം പറയുന്ന പ്രസ്ഥാനമല്ല ജമാഅത്തെ ഇസ്ലാമി എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ വ്യക്തമാക്കുകയാണ്. 1950കളിലെ വർഗീയ കലാപങ്ങളുടെ കാലത്ത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ വിഭജനത്തിന്റെ പശ്ചാത്തലം. ആ വിഭജനത്തോട് തൊട്ടുടനെ ഉണ്ടായ വർഗീയതയുടെ തീജ്വാലകൾ ആളിപ്പടർന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കേന്ദ്ര നേതൃത്വം ജമാഅത്തെ ഇസ്ലാമിയുടെ അംഗങ്ങൾക്ക് ഒരു സർക്കുലർ നൽകി. റൂദാദ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 5ാം ഭാഗത്തിൽ നിങ്ങൾക്ക് ആ സർക്കുലറിന്റെ മലയാള പരിഭാഷ കാണാവുന്നതാണ്. പല വേദികളിലും പല ചർച്ചകളിലും ഈ ഭാഗം നമ്മൾ ഉദ്ധരിക്കാറുണ്ട്. ഞാൻ ആ ഭാഗം ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആ സർക്കുലറിൽ 1950കളിലാണ് ഓർക്കണം എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി ഒരു സർക്കുലർ ഇറക്കേണ്ട യാതൊരുവിധ നിർബന്ധിത സാഹചര്യവും ഇല്ലാത്ത, ദേശക്കൂറ് തെളിയിക്കേണ്ടതോ മനുഷ്യസ്നേഹം ഉദ്ഘോഷിക്കേണ്ടതോ ആയ ഒരു നിർബന്ധിതാവസ്ഥയും ഇല്ലാത്ത പശ്ചാത്തലത്തിൽ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പ്രവർത്തകർക്ക് നൽകിയ നിർദ്ദേശം ഇപ്രകാരമാണ്: ഏതെങ്കിലും ഒരു ജമാഅത്ത് പ്രവർത്തകന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു കുടുംബമോ ഒരു വ്യക്തിയോ ആക്രമിക്കപ്പെട്ടാൽ ആക്രമിക്കപ്പെടുന്നവൻ മുസ്ലിമാണെങ്കിലും അല്ലെങ്കിലും ശരി,
അയാൾ നിങ്ങളോട് അഭയം ചോദിച്ചാലും ഇല്ലെങ്കിലും ശരി, സ്വന്തം ജീവൻ അപകടപ്പെടുമെന്ന് വന്നാലും നിങ്ങൾ അയാൾക്ക് സംരക്ഷണം നൽകേണ്ടതാണ്. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മനുഷ്യത്വത്തിന്റെയും സമാധാനത്തിന്റെയും പക്ഷത്ത് നിലയുറപ്പിക്കുന്നതിന്റെ പ്രകടമായ ഒരു ഉദാഹരണം. ഇത്തരം തെളിവുകൾ ഇവർക്ക് ലഭിക്കുമായിരുന്നു, ഇവർ പുസ്തകം വായിക്കാൻ സന്നദ്ധമായിരുന്നുവെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആശയ സംവാദത്തിന് വെല്ലുവിളിക്കുന്നവർ സയ്യിദ് അബുൽ അഅ്ലാ മൗദൂദിയുടെയും ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെയും മുഴുവൻ പുസ്തകങ്ങളും ഒരാവർത്തി സമാധാനപൂർവ്വം മുൻവിധികളില്ലാതെ വായിച്ച ശേഷം സംവാദത്തിന് സന്നദ്ധമാണെങ്കിൽ 1000 വട്ടം ഞങ്ങളും സന്നദ്ധമാണ്. ആ സംവാദ ചർച്ച കൊണ്ട് പ്രയോജനമല്ലാതെ ഒന്നും ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും സമാധാനകാംക്ഷികൾക്കും ഉണ്ടാവുകയില്ല എന്ന് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് വലിയ ഉത്തരവാദിത്വം, ഒരു വലിയ ഉത്തരവാദിത്വം നമ്മുടെ കയ്യിൽ, നമ്മുടെ ചുമലിലുണ്ട്. എന്താണ് ആ ഉത്തരവാദിത്വം? സമാധാനപൂർണമായ സമഗ്രമായ ജീവിത കാഴ്ചപ്പാട് നൽകുന്ന സന്തുലിതമായ ഒരു സന്ദേശം നമുക്ക് ഒരു ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന അനുഗ്രഹീതമായ അല്ലാഹുവിന്റെ ദീൻ നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ അടിസ്ഥാനങ്ങൾക്ക് ഒരു തകരാറില്ലാതെ അതിന്റെ ആദിമ വിശുദ്ധിയോടുകൂടി ആ ദീൻ നമ്മുടെ കയ്യിലുണ്ട്. അത് സ്വന്തം ജീവിതത്തിൽ മുൻഗതികളില്ലാതെ പകർത്താൻ, ആ സന്ദേശവുമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ, എന്നിട്ട് ഇസ്ലാമിന്റെ പേരിൽ പല വിധത്തിലുള്ള ക്രമക്കേടുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന, പല അവിവേകങ്ങളും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന, ആത്മീയതകളെ വിപണന മേളകളാക്കി മാറ്റുന്ന, ആത്മീയത തലക്ക് പിടിച്ചിട്ട് മല കയറിക്കൊണ്ടിരിക്കുന്ന, വർഗീയതയുടെ വഴിയിലേക്കും അഴിമാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ വ്യതിചലനങ്ങൾ മതത്തിന്റെ മറവിലും ചെലവിലും നടന്നുകൊണ്ടിരിക്കുന്നു, അതിനെ മുഴുവൻ ആർജവത്തോടെ അഭിമുഖീകരിക്കുക എന്ന ചരിത്രപരമായ ഒരു ഉത്തരവാദിത്വം ഈ കാലഘട്ടം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾ ഏറ്റെടുക്കണം. എന്നിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങണം. എന്നിട്ട് സമുദായത്തിന് ധൈര്യം നൽകി, ആത്മവിശ്വാസം നൽകി, ഈമാനികമായ അടിത്തറയിൽ അവരെ നമ്മൾ സംഘടിപ്പിക്കണം, സംസ്കരിക്കണം. ആ ശ്രമമാണ് ഈ രാജ്യത്ത് മതസൗഹാർദ്ദത്തിനും, ഈ രാജ്യത്ത് മാനവ മൈത്രിക്കും, ഈ രാജ്യത്തിന്റെ വീടുള്ള ഭാവിക്കും ഏറ്റവും പ്രയോജനകരമായ ദൗത്യം. അതിലാണ് ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ മുഖ്യ ശ്രദ്ധ ഉണ്ടാകേണ്ടത് എന്നാണ്. സമ്മേളന പ്രഖ്യാപനം ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇങ്ങനെ ഈ സന്ദേശത്തെ നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുവാൻ സമയപരിമിതി ഉള്ളതുകൊണ്ട് എല്ലാത്തിനെ സംബന്ധിച്ചും കുറേശ്ശെ പരാമർശിക്കുക മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ പുതിയ കാര്യങ്ങളിലേക്കും പുതിയ തലങ്ങളിലേക്കും പോകുവാനല്ല, നമ്മൾ സാധാരണ പറയുന്ന വിഷയങ്ങളിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാനാണ് ബഹുഭൂരിപക്ഷം എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരിമാരെ കൂടി പരിഗണിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇത്രയും സഹോദരിമാർ ഈ സമ്മേളനം ഏറ്റുവാങ്ങാൻ ഇവിടെ വന്നു എന്നുള്ളത് ഇസ്ലാമിക പ്രസ്ഥാനം ഈ സമൂഹത്തെ വിവേചനരഹിതമായി അതിന്റെ സന്തുലിതമായ അവസ്ഥയിൽ എങ്ങനെ കാണുന്നു എന്നതിന്റെ മകിടമായ ഒരു ഉദാഹരണമായിട്ട് ഞാൻ എടുത്തു കാണിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ശക്തി നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ വലിയ ചലനമുണ്ടാകും. അങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും അവരവരുടേതായ തലങ്ങളിൽ അവരവരുടേതായ പങ്ക് നിറവേറ്റിക്കൊണ്ട് ഈ സമൂഹത്തെ സമുദ്ധരിക്കുന്നതിനും ഈ പ്രതിസന്ധികളെ മറികടക്കുന്നതിനും അങ്ങനെ വിശുദ്ധ ഖുർആൻ നമുക്ക് വാഗ്ദാനം നൽകിയതുപോലെ വഅദല്ലാഹു الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليبدلنهم من بعد خوفهم أمنا ولنمكننهم من بعد എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂറത്തുൻ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ വാഗ്ദാനം നൽകുന്നുണ്ട്. അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കാൻ സന്നദ്ധമാകുന്ന ആളുകൾക്ക് എല്ലാ അസ്വസ്ഥതകൾക്കും ഭയവിഹ്വലമായ സ്ഥിതിവിശേഷങ്ങൾക്കും ശേഷം സമാധാനത്തിന്റെ ഒരു നല്ല നാളെ വരും, സമാധാനത്തിന്റെ ഒരു നല്ല നാളെ വരും എന്ന ഒരു വലിയ പ്രതീക്ഷയുണ്ട്. നിങ്ങൾ സ്നേഹപൂർവ്വം നെഞ്ചോട് അണച്ചു പിടിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട ദീനുണ്ടല്ലോ, അതിന് ഭൂമിയിൽ നിലയും വിലയും ഉണ്ടാകും. ഇത് അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് നമുക്ക് പറഞ്ഞു തരുന്നു, വിശ്വാസികളായ ആളുകളുടെ സമാധാനപൂർണമായ ആശയ പ്രബോധന ശ്രമത്തെ നിഷേധികൾ തല്ലിക്കെടുക്കാൻ ശ്രമിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടു. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾ ബേജാറാകണ്ട, ഇന്ന് നമ്മോട്, ഇന്ന് മുസ്ലിം ന്യൂനപക്ഷത്തോട് പറയുന്നത് പോലെ അന്ന് ആ പ്രവാചകന്മാരോട് പറയപ്പെട്ടു. എന്താണ് പറയപ്പെട്ടത്? ഒന്നുകിൽ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ ഗർവാപ്പസി നടത്തണം. ഇത് തന്നെയാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കും, അതല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ദീനിലേക്ക്, മില്ലത്തിലേക്ക് തിരിച്ചു വരണം എന്ന് മുൻകാല പ്രവാചകന്മാരായ
അല്ലാഹു ഇടപെട്ടിട്ട് പ്രപഞ്ചനാഥൻ പറഞ്ഞു, അതിക്രമകാരികളെ നാം കൈകാര്യം ചെയ്തു കൊള്ളാം. അതുകൊണ്ട് നിങ്ങളോട് പ്രകോപനത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നവരെ പ്രകോപനപരമായി നേരിടുന്നതിന് പകരം അവരുടെ കാര്യം ദൈവത്തിലേക്ക് വിട്ട് നിങ്ങൾക്ക് പടച്ചവനെ ഏൽപ്പിച്ച പണിയെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് വളരെ പ്രധാനപൂർണമായിട്ടുള്ളത്. ഇങ്ങനെ നമ്മളുടെ പക്ഷത്ത് അല്ലാഹു നിൽക്കും. എപ്പോൾ അല്ലാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും അവന്റെ താക്കീതുകൾ ഗൗനിക്കുകയും ചെയ്യുന്നവർക്ക്. അതുകൊണ്ട് സത്യവിശ്വാസികൾ ഈമാനികമായ അടിത്തറകളിൽ ജീവിതത്തെ പുനഃക്രമീകരിക്കുന്നതിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ കാലഘട്ടം നമ്മളെ ചുമതലപ്പെടുത്തിയ ഈ വലിയ ദൗത്യത്തിന്റെ മാർഗത്തിൽ എല്ലാം മറന്ന് പ്രവർത്തിക്കുവാൻ കരുതിവെപ്പില്ലാതെ ത്യജിക്കുവാൻ സന്നദ്ധരുണ്ടെങ്കിൽ വലിയ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യമാകും എന്ന പ്രതീക്ഷ നൽകിക്കൊണ്ട് അതിനുള്ള ഒരു കുതിപ്പാകട്ടെ ജില്ലാ സമ്മേളനത്തിന്റെ മേഖലയിൽ ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും പ്രത്യാശിച്ചുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള കരുത്ത്, അതിനുള്ള കഴിവ്, അതിനുള്ള അറിവ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ഘടകത്തിന്റെ സ്നേഹോഷ്മളമായ അഭിവാദ്യങ്ങളും അനുമോദനങ്ങളും നേർന്നുകൊണ്ട് ഈ സംരംഭം വിജയിപ്പിക്കുന്നതിന് അഹോരാത്രം പണിയെടുത്ത മുഴുവൻ പ്രവർത്തകരെയും ഹൃദയം തുറന്ന് അഭിനന്ദിച്ചുകൊണ്ട് അവരിൽ നിന്ന് നാഥൻ ഇതൊരു സൽക്രമമായി സ്വീകരിക്കട്ടെ എന്ന് നിങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.